പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ്. സോ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് 30 പവന്റെ ഒരു വെഡ്ഡിംഗ് സെറ്റാണ്. നല്ല അടിപൊളി വെഡ്ഡിംഗ് സെറ്റാണ്. നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 30 പവനാണെങ്കിലും അതിൽ കൂടുതൽ എടുപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വെഡ്ഡിംഗ് സെറ്റാണ് ഇപ്പം ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം, ടോട്ടൽ 5 മാലകളും 4 വളകളും ഒരു പെയർ ഓഫ് ഇയറിംഗും ആണ് ഇതിലിപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഡിസൈൻസ് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ചോക്കറാണ് ഈ ഒരു മാല. ഇതിലുള്ള ഓരോ മാലകളും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് സെറ്റാക്കാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സെറ്റ്സ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. സോ ഈ ആദ്യത്തെ ഒരു മാല നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഇപ്പം കൂടുതലും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാലയാണിത്. സോ ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോണിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഈ ഒരു സ്റ്റോണിന് പകരം ഇവിടെ വേറെ ഡിസൈൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുള്ള എല്ലാ അവൈലബിലിറ്റി ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഡിസൈനിലേക്ക് വരുന്നതാണെങ്കിൽ നമുക്കിത് നോർമലായിട്ടും വെയർ ചെയ്യാൻ പറ്റും. ഓൾസോ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെക്ലെസ് ആണ്. ഒരു റെഡ് ടോണ് ഈ ഒരു നെക്ലെസിനുണ്ട്. കൂടാതെ മിഡിലായിട്ട് ഒരു ഡ്രോപ്ലെറ്റ് ഷേപ്പിലുള്ള ഒരു സ്റ്റോൺ ഉണ്ട്. ഇവിടെ ഒരു ഗ്രീൻ സ്റ്റോണും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഹാങ്ങിങ്ങും വളരെ ഭംഗിയുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് മാല നോക്കുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് പിയർ ഷേപ്പിലുള്ള ഒരു വലിയൊരു ലോക്കറ്റ് നമുക്ക് കാണാം. അതിൻ്റെ മിഡിലായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു റെഡ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. സ്റ്റോണിൻ്റെ കളറും ചേഞ്ച് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. കൂടാതെ ഇവിടെ ഒരു ചെയിനും ഒരു സ്ക്വയർ പാറ്റേണിൽ അകത്ത് ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. കാണാൻ നല്ല എടുപ്പ് തോന്നിക്കുന്ന രീതിയിലൊരു ഡിസൈനാണ്. നെക്സ്റ്റ് മാല നോക്കുകയാണെങ്കിൽ ഒരു ഡ്രോപ്ലെറ്റ് ഷേപ്പിലുള്ള ഒരു ലോക്കറ്റ് നമുക്ക് ഇവിടെ കാണാം. നേരത്തെ കണ്ട ഡിസൈനെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു പാരലൽ ഡിസൈൻ തന്നെയാണ്. സോ അതിലെ മിഡിലായിട്ട് ഒരു ഡ്രോപ്ലെറ്റ് ഷേപ്പിലുള്ള ഒരു സ്റ്റോൺ ഉണ്ട്. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓൾസോ ചെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു ചെയിന് കാണാം. അതിൻ്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു സ്പിയർ ഷേപ്പിലുള്ള കുറച്ച് ബോൾസ് ആണ്, ബീഡ്സ് ആണ് ഇവിടുത്തെ ഡിസൈനിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ലാസ്റ്റ് ഫൈനൽ മാല നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ മാങ്ങാ മാലക്കൊക്കെ സിമിലാരിറ്റി തോന്നുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള നല്ല എടുപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള മാലയാണ്. ഇവിടെ മാങ്ങാ മാലയുടെ ഡിസൈൻ നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനെ ഫോളോ ചെയ്തിട്ട് ഒരു സർക്കുലർ ബീഡ്സിൻ്റെ ഒരു 3 ലെയർ നമുക്ക് എൻഡിൽ തൊട്ട് വരെ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിൽ വരെ നമുക്ക് നല്ല ഭംഗിയിൽ ഇത് കാണാൻ പറ്റുന്നതാണ്. നല്ല വെയിറ്റ് തോന്നിക്കുന്ന നല്ല എടുപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മാലയാണ്. നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പം ഫൈനലായിട്ട് ഈ ഒരു മാല സെറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇനി അടുത്തത് വളകളെ പറ്റി പറയുകയാണെങ്കിൽ മാലകളെ പോലെ തന്നെ ട്രഡീഷണൽ ഡിസൈനിൽ വരുന്ന വളകളാണ്. നല്ല ഭംഗിയുള്ള സെറ്റായിട്ടുള്ള ഒരു വളയാണ്. സർക്കുലർ ഡിസൈനിലുള്ള മിഡിലുള്ള 2 വളകളും സർക്കുലർ ഡിസൈനിൽ വരുന്നതാണ്. മോൾഡഡ് ആയിട്ടുള്ള ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റോൺസ് വരുന്നുണ്ട്. ഷുഗർ സ്റ്റോൺസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റാൻഡം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എൻഡിൽ കൊടുത്തിരിക്കുന്ന 2 വളകളും നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല റെഡ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ഡിസൈന് കാണാം, ഒരു സ്ക്വയർ പാറ്റേണിൻ്റെ മുകളിലായിട്ട്. ആൻഡ് ഇവിടെ വേറൊരു റെഗുലർ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. ടോട്ടലി നല്ല വെയിറ്റ് തോന്നിക്കുന്ന നല്ല വളകളുമാണ്. നല്ലൊരു ക്ലാസി മോഡേൺ ലുക്ക് തോന്നിക്കുന്ന വളകൾ കൂടിയാണ്. നല്ല ഭംഗിയുണ്ട് എന്തായാലും ഇത് ഇട്ടിട്ട് കാണുമ്പോൾ. സോ വളകളും മാലകളും ഒക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മാല ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു മാല ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു മാല നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു മാല വേറെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് കമ്മലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പെയർ ഓഫ് കമ്മൽ ഇതിനൊന്നിച്ച് വരുന്നുണ്ട്. കമ്മൽ വരുന്നത് ട്രഡീഷണൽ അല്ല, ഇത് ടർക്കിഷ് ഡിസൈനിലുള്ള നല്ല മോഡേൺ എത്നിസിറ്റി ഒക്കെ തോന്നുന്ന രീതിയിലുള്ള നല്ല ഒരു ഡിസൈനാണ്. ഒരു ഇൻവേർട്ടഡ് ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് കമ്മൽ വരുന്നത്. ആൻഡ് ഓൾസോ റോഡിയത്തിൻ്റെ കുറച്ച് സ്റ്റോൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ സ്റ്റഡും റോഡിയത്തിൻ്റെയും ഗോൾഡിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്കിതിൽ കാണാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ട്രഡീഷണൽ കേരള വെഡ്ഡിംഗ് സെറ്റ്സ് ഒക്കെ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമിലും നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. എന്ത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സോ ഉടനെ തന്നെ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഞങ്ങളുടെ ഷോറൂം വരുന്നത് ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. ആൻഡ് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂം വരുന്നത് ചെറുപുഴയിലും പരപ്പയിലും. ആൻഡ് ഞങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂരിലും. സോ ഉടനെ തന്നെ വിസിറ്റ് ചെയ്യൂ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ജ്വല്ലറി. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.